നമുക്കറിയാം വിവാദമായ ഒരു കേസാണ് കാഫിർ സ്ക്രീൻഷോട്ട് കേസ്. ഇന്ന് അതിന് റിബേഷ് രാമകൃഷ്ണൻ ഒരു മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തിരുന്നു. തന്റെ കേസ് താൻ പ്രതിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻകൂറായിട്ടൊരു ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജാമ്യം ലഭിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു റിബേഷ് രാമകൃഷ്ണന്റെ പേര് പ്രതിപ്പട്ടികയിൽ നിന്ന് ഒരിക്കലും ആയില്ല. കാരണം അത്രക്കേറെ ഒരു നല്ല കാര്യമാണല്ലോ അദ്ദേഹം ആ ഒരു വടകരയിൽ ചെയ്തു വെച്ചത്. അതായത് ഒരു നിയോജക മണ്ഡലത്തിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ രണ്ട് കൂട്ടരെ അല്ലെങ്കിൽ രണ്ട് മതസ്ഥരെ തമ്മിൽ, രണ്ട് വിഭാഗക്കാരെ തമ്മിൽ കൂട്ടിയടുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തമ്മിലടുപ്പിക്കാൻ വേണ്ടി ചെയ്തു വെച്ച ഒരു കലാപാഹ്വാനം, അങ്ങനെ ഇതിനെ കാണാൻ കഴിയും. അല്ലാതെ ഇതിനെ ഒരു പൊളിറ്റിക്കൽ കേസായിട്ട് കാണരുത്. ഇത് ശരിക്കും വർഗീയത തന്നെ വളർത്താൻ വേണ്ടി ശ്രമിച്ച, മനഃപൂർവ്വം വർഗീയത വളർത്താൻ വേണ്ടി ശ്രമിച്ച കേസ് എന്ന് തന്നെ ഇതിനെ കാണണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെപ്ത്, അതായത് ഈ ഒരു കേസിൻ്റെ ഡെപ്ത് വളരെ വലുതാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ഈ റിബേഷ് രാമകൃഷ്ണനെ ഈ ഒരു കേസിൽ നിന്ന് വലിച്ചൂരാനോ അല്ലെങ്കിൽ ഈ പിൻവലിക്കാനോ അല്ലെങ്കിൽ ജാമ്യം നൽകാനോ ഒരു കാരണവശാലും അനുവദിക്കില്ല, അല്ലെങ്കിൽ അനുവദിക്കരുത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിലെ ഹീറോ, അതായത് ജിതിൻ ഭാസ്കറിൻ്റെ ആ ഒരു ജാമ്യം പിൻവലിക്കണം അല്ലെങ്കിൽ റദ്ദാക്കണമെന്ന് SIT ഹർജി നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിധിയും ഏകദേശം തീരുമാനമാകും. കാരണം ഈ ഒരു 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ ജിതിൻ ഭാസ്കർ ഇവിടുത്തെ ഒരു നിയമവ്യവസ്ഥയും അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തെയും എല്ലാം പൊതുവെ വെല്ലുവിളിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഞാനാണ് ഇത് ചെയ്തത് എന്ന് തെളിയിക്കുകയാണെങ്കിൽ അവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് എന്ന രീതിയിലുള്ള ഒരു വെല്ലുവിളിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ ജിതിൻ ഭാസ്കറിൻ്റെ തന്നെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നില്ല. അതായത് 5-10 പേർക്ക് ഞാൻ തന്നെ അയച്ചിരുന്നു. ഈ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് ജിതിൻ ഭാസ്കറിൻ്റെ പക്കലായിരുന്നു. അപ്പോൾ ജിതിൻ ഭാസ്കർ ഷെയർ ചെയ്തതിൻ്റെ ഇത്ര പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് വസ്തുതാവിരുദ്ധമായിട്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ രണ്ടും കൂടി ആയപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനായെന്ന് വേണം പറയാൻ. അപ്പോൾ ഇവർ രണ്ടുപേരെയും എത്രത്തോളം സംരക്ഷിക്കാൻ ഈ ഒരു പാർട്ടി, CPM എന്ന പാർട്ടി സംരക്ഷിക്കാൻ എത്ര കാലം കൂടെ ഉണ്ടാകുമോ അത്ര കാലം ഈ ഒരു CPMന് വർഗീയ പാർട്ടി എന്നുള്ള ഒരു ചാപ്പ അവരുടെ മേളിലുണ്ടാവും. അത് ഒരു കാരണവശാലും ഒരു കാലത്തും ഇവർ മായ്ച്ചു കളയാൻ നോക്കിയാൽ അത് പോകത്തില്ല. നമുക്കറിയാം DYFI LDF എന്നൊക്കെ പറയുമ്പോൾ മതേതര പാർട്ടി, അതായത് മതത്തോടൊരു ഒരു ഇതില്ലാത്ത, ദൈവവിശ്വാസമില്ലാത്തവർ, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അതായിരുന്നു നമ്മുടെ LDF എന്ന് പറയുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടിൽ കാണുന്നത്. അവിടെ നിന്നാണ് ഒരു പാർട്ടി വിജയിക്കാൻ വേണ്ടി, ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടി വർഗീയത പറയുന്നത്. അതുപോലെ തന്നെ ജിതിൻ ഭാസ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ അത്രയും തെറ്റ് ചെയ്തു സമ്മതിച്ച് അങ്ങനത്തെ ഒന്നുമില്ല. അവിടെയും വെല്ലുവിളിയും കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത്. നമുക്കറിയാം ഒരു ജാമ്യത്തിൽ ഇറങ്ങിയ ആൾ ചെയ്യേണ്ട കുറച്ച് പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. അത് തെറ്റിച്ചാണ് ഈ ചെയ്തത്. അപ്പം ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ ഹർജി അല്ലെങ്കിൽ ജാമ്യം നിഷേധിക്കണമെന്നുള്ളൊരു പരാതിയിൽ ഇന്ന് വിധി വരികയാണ്. അപ്പം ആ വിധിയും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാരണം ആ വിധി മാറാനുള്ളൊരു ചാൻസ് കാണുന്നില്ലേ? ഈ ജാമ്യം അനുവദിക്കുമ്പോൾ കുറച്ച് ഉപാധികളോടെയാണ് അനുവദിക്കുന്നത്. ഇപ്പോൾ ഈ കേസുമായിട്ട് എപ്പോഴും സഹകരിക്കണം, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എപ്പോൾ വിളിച്ചാലും ഈ ഹാജരാവണം, കൂടാതെ ഇന്ന പരിധി വിട്ട് പോകാൻ പാടില്ല, ഒരാഴ്ച 2 ദിവസം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം, ഇതുപോലുള്ള ഉപാധികളൊക്കെ എല്ലാം ഉണ്ട്. അതുപോലുള്ള ഒരു ഉപാധിയാണ് സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇതുപോലെ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ കഴിവതും ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇത് ചെയ്യരുത് എന്നുള്ള കർശന ഉപാധികളുണ്ട്. ഈ കർശന ഉപാധിയാണ് അവിടെ ഈ ഒരു ജിതിൻ ഭാസ്കർ നിഷേധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലംഘിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ജാമ്യം നിഷേധിച്ച് വീണ്ടും അകത്തേക്ക് തന്നെ പോകാനുള്ള ഒരു വഴിയുണ്ട്. കൂടാതെ റിബേഷ് രാമകൃഷ്ണന് തനിക്ക് സ്വയം അറിയാം ഈ ഒരു കുറ്റം താൻ ചെയ്തതാണ്. കാരണം ഈ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതും അല്ലെങ്കിൽ ഈ ഒരു നിർമ്മിക്കാൻ കാരണം എന്താണെന്നും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരെല്ലാമാണെന്നുള്ള വ്യക്തമായുള്ളൊരു ബോധ്യം റിബേഷിനുണ്ട്. അപ്പോൾ ഏത് നിമിഷം താൻ അകത്താകും. അപ്പോൾ ഈ ഒരു അകത്തായാൽ പോലും ഇവരെ കാട്ടിക്കൊടുത്താലും അവർ തന്നെ ഈ റിബേഷിനെ തള്ളി പറയും. ഒരു പരിധി വരെ ഈ പാർട്ടി ഇവരെ സംരക്ഷിക്കും. പക്ഷെ അതിനപ്പുറം ഒരു എക്സ്ട്രീം എത്തിയാൽ പിന്നെ ഇവരെ കൈയൊഴിയുന്ന ഒരു സ്വഭാവം
ഈ ഒരു പാർട്ടിക്കുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഇര ഇപ്പോൾ തനിക്ക് ശേഷം വന്ന് ജിതിൻ ഭാസ്കർ, അപ്പോൾ ആ ജിതിൻ ഭാസ്കറിൽ നിന്ന് തിരിച്ച് ബൗൺസ് ചെയ്ത് തന്നിലേക്ക് എത്തുമ്പോൾ അത് ഏത് രീതിയിലേക്കാണ് കേസ് വരുന്നതെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടുപേരിൽ ഒതുങ്ങേണ്ടതല്ലേ ഈ ശരിക്കും കേസ്. അപ്പോൾ ഇതിന് കൂടുതൽ തലങ്ങൾ അല്ലെങ്കിൽ വിവിധ ഡയമെൻഷനുകളുണ്ട്. വിവിധ ഡയമെൻഷനിൽ വിവിധ പ്രമുഖരുണ്ടാവും പ്രതിപട്ടികൾ അല്ലെങ്കിൽ ഈ ഒരു പ്രതികളുടെ ലിസ്റ്റിലേക്ക് ചേർക്കാനുള്ളതായിട്ട്. അപ്പോൾ ആരെല്ലാമാണ് പുതിയ ചേർക്കപ്പെടേണ്ട പേരുകൾ എന്ന് ഇവർ രണ്ടുപേരിൽ നിന്നാണ് കൂടുതൽ അറിയാൻ കഴിയുക. അപ്പോൾ റിവേഷിനെ പിടികൂടി കൂടുതൽ ചോദ്യം ചെയ്താൽ ഇതിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ആരെല്ലാമാണെന്ന്, അല്ലെങ്കിൽ ഏതെല്ലാം പ്രമുഖരാണ് ഇതിന് മൗനസമ്മതം നൽകിയിട്ടുള്ളത് എന്ന രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ രണ്ടുപേരിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കിട്ടൂ. അതുകൊണ്ട് തന്നെ കഴിവതും പ്രോസിക്യൂഷൻ ഇവർക്കെതിരെ വാദം കടുപ്പിക്കാനും ആ ഒരു മുൻകൂർ ജാമ്യ ഹർജി തള്ളിപ്പോവാനും സാധ്യതയുണ്ട്. വടകരയിൽ അന്ന് ഇലക്ഷൻ ചെയ്യുന്നൊരു സ്ഥാനാർത്ഥിയായിരുന്നു, LDF സ്ഥാനാർത്ഥിയായിരുന്നു ശൈലജ ടീച്ചർ. പക്ഷേ ശൈലജ ടീച്ചറിന് ഇതിനെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല. ഈ കേസിനെ പറ്റിയോ ഇതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്നും, ഇവർക്കെതിരെ സംസാരിക്കാനോ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോലും വന്നിട്ടില്ല. അപ്പം ഇതിലൂടെ അവർക്ക് ഇവരുടെ ഒരു സപ്പോർട്ടോട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ കേസ് എങ്ങനെയെങ്കിലും അന്വേഷിച്ച് വരുമ്പോൾ ശൈലജ ടീച്ചർ ഇതിൽ പ്രതിയാകാനൊരു ചാൻസ് കാണുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ ശൈലജ ടീച്ചർ ഇതിൽ ഈ ഒരു കേസിൽ പ്രതിയാവരുതേ എന്നാണ് അവരെ അറിയുന്ന ഒരു ഒട്ടുമിക്ക ആൾക്കാരും പ്രാർത്ഥിക്കുന്നത്. കാരണം ഇതുപോലൊരു വർഗീയ പ്രസ്താവന അല്ലെങ്കിൽ വർഗീയത പരത്തിയിട്ടുള്ള ഒരു കേസിൽ ഈ ഒരു പ്രമുഖയായ ഈ ഒരു ശൈലജ ടീച്ചർ പെട്ടുപോയാൽ അവരുടെ ആ ഒരു കരിയർ അതോടെ തീർന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഓൾറെഡി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇവരെ ഒതുക്കി അങ്ങ് മൂലയ്ക്ക് ഒതുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അതിനെ ആരും വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതുപോലൊരു കേസിൽ ഇവർ ഒരു പക്ഷേ ഉൾപ്പെട്ടു പോയാൽ അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് ഏറ്റവും വലിയ അന്ത്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ സമ്മതത്തോടെയാണ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്ന് വിശ്വസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇതൊരു പറ്റം എന്താ പറയുക, രാഷ്ട്രീയം തലക്കി പിടിച്ച അല്ലെങ്കിൽ സഖാവിൻ്റെ കുപ്പായം ഇട്ട കുറച്ച് മനുഷ്യത്വം ഇല്ലാത്തവർ ചെയ്തു കൂട്ടിയ ഒരു വർഗീയതയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അല്ലെങ്കിൽ ഇതിനപ്പുറം അല്ലെങ്കിൽ KK ശൈലജ അറിയാതെ KK ശൈലജയുടെ മുകളിൽ നിന്ന് ആരോ ചെയ്തു വെച്ച ഒരു കർമ്മ അത് ബൂമറാങ്ങായി തിരിച്ചടിച്ചത് ശൈലജയ്ക്കും കൂടി അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിയെന്ന് വേണം പറയാൻ.